പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം, കേരളത്തിൻ്റെ രാജ്യാന്തര തുറമുഖം. അതിൻ്റെ തന്ത ആരാണ്? അത് ഇപ്പം തന്നെ വലിയ ചർച്ചകളാണ്. ഓരോരുത്തർ യൂട്യൂബിൽ വന്നിരുന്നിട്ട് ഞാനും എൻ്റെ അളിയനും പെങ്ങളും കൂടെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് ഭീഷണി കത്തുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞാനെന്തോ വലിയ മഹാസംഭവമാണെന്ന് ധരിച്ചു വെച്ച ചില ആൾക്കാർ. സത്യം എവിടെയാണ് കിടക്കുന്നത്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തന്ത ആരാണ്? അത് ഉമ്മൻചാണ്ടിയാണോ, പിണറായി വിജയനാണോ, നരേന്ദ്രമോദിയാണോ, അതോ യൂട്യൂബിൽ വന്നിരുന്ന് ഈ ഗീർവാണം അടിക്കുന്ന ചില ആൾക്കാരാണോ? എനിക്ക് ഭീഷണി കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് പോലീസിൽ പരാതി, DGPക്ക് പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ കൊടുക്കണം. ഒരാൾക്കൊരു ഭീഷണി കത്ത് വരികയാണ് വിഴിഞ്ഞത്തിൻ്റെ പേരിൽ. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. അങ്ങനെ ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ ആർക്ക് ഏത് വ്യക്തിക്കും ഒരു ഭീഷണി കത്ത് വന്നാൽ അത് പോലീസിൽ അറിയിക്കുക. അത് നടപടിക്രമമാണ്. പക്ഷേ അതിനെ പർവ്വതീകരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വിഴിഞ്ഞത്തിൻ്റെ പേരിൽ എൻ്റെ ജീവന് ഭീഷണി, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു പറ്റും എന്നൊക്കെ വന്നിരുന്ന് ഈ പർവ്വതീകരിച്ചിട്ട് പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരൊക്കെ വിഴിഞ്ഞം ഞാനാണ് ഉണ്ടാക്കിയത്, യാഥാർത്ഥ്യമാക്കിയത്, ഞാനും എൻ്റെ അളിയനും പെങ്ങളും കൂടാണ് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയത്, വേറെ ആർക്കും ഒരു പങ്കുമില്ല. സത്യം എവിടെ കിടക്കുന്നു എന്നുള്ളത് നാളെയും ചർച്ചയാവും. ഞങ്ങളൊരിക്കലും ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ധാരണാപത്രം അദാനി ഗ്രൂപ്പുമായിട്ട് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ആകെ പറഞ്ഞത് ലെറ്ററൈറ്റ് വോയിസ് അന്നും ഇന്നും എന്നും പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാളെയും പറയുന്നത്, വിഴിഞ്ഞം കരാറിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ അത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ അവസാന കാലത്ത്, UDF ഗവൺമെന്റ് കാലത്ത് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ട് ഉമ്മൻചാണ്ടി അധികാരമൊഴിഞ്ഞ് അങ്ങ് പോയി. അതൊരു പേപ്പർ മാത്രമായിട്ട് അവിടെ ഇരിക്കുന്നു, വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒപ്പിട്ട ധാരണാപത്രം, അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രകാരം ആ പദ്ധതി പ്രോജക്റ്റ് നടപ്പാക്കുന്നത് അടുത്ത ഗവൺമെന്റാണ്. അതിൻ്റെ അർത്ഥം ഭരണ തുടർച്ച എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം മാറും, ഗവൺമെന്റുകളിൽ മാറിക്കൊണ്ടിരിക്കും. UDF വരാം, നാളെ LDF വരും, വീണ്ടും UDF വരും. അപ്പം ഇങ്ങനെ വരുമ്പോഴും ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത ഭരണകൂടം, അതേത് പാർട്ടിയുടെ ആവട്ടെ, മുന്നണിയാവട്ടെ, അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അവിടെയാണ് പിണറായി വിജയൻ സർക്കാർ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരിക്കലും ഉമ്മൻചാണ്ടി കരാറുണ്ടാക്കിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആകെ പറഞ്ഞത്, അന്നും ഇന്നും പറയുന്നത്, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ, ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായിട്ടുണ്ടാക്കിയ കരാറിൽ കേരള താല്പര്യത്തിന് വിരുദ്ധമായ ഒട്ടേറെ ക്ലോസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലോസുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിലെത്തും, ആർബിട്രേഷൻ പോവും, അദാനി ഗ്രൂപ്പ് കേരള സർക്കാരിനെതിരെ കേസ് കൊടുക്കും, അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ പദ്ധതി നടപ്പാവില്ല എന്നതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ അദാനിയുമായിട്ട് ചേർന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുക എന്ന രണ്ടാമത്തെ വഴിയാണ് പിണറായി സർക്കാരിന് മുമ്പിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ടം, പോർട്ട് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ സമരം ഇരുന്നു, ഞങ്ങൾ അവിടെ പോയിരുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്നു എന്നൊക്കെ വന്നിരുന്ന് പറയുമ്പോഴേ, ഏത് പദ്ധതിക്കും എല്ലാവരുടെയും സംഭാവനകൾ ആരും കുറച്ച് കാണത്തില്ല, വലുതും ചെറുതുമായ സംഭാവനകൾ. പക്ഷേ ഞാനാണ് എല്ലാം, ഞാനും എൻ്റെ അളിയനും പെങ്ങളും കൂടെയാണ് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി അതിര് കടന്നു പോകുന്നു, പർവ്വതീകരിച്ച് പറയാൻ പാടില്ല. അവിടെയാണ് ഞങ്ങൾ ചോദിച്ചത്, വിഴിഞ്ഞത്തിന്റെ തന്ത ആരാണെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. വിഴിഞ്ഞത്തിന്റെ തന്ത നരേന്ദ്രമോദിയാണോ? നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്രത്തിലെ BJP സർക്കാർ വിഴിഞ്ഞത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പം അവരെന്ത് ചെയ്തു? VGF, വയലബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും ഗ്രാന്റ് ആക്കാതെ ലോണാക്കി മാറ്റിയ ഒരു സർക്കാരാണ്. അത് തിരുത്താൻ കേരളം ഭരിക്കുന്ന LDF സർക്കാർ, പിണറായി സർക്കാർ പരമാവധി ശ്രമിച്ചു, കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ നോക്കി. മുഖ്യമന്ത്രി നേരിട്ട് കത്തെഴുതി, ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി.
ഇപ്പൊ കമ്മീഷനിങ്ങിന് ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രിയുടെ തീയതിയും നോക്കി കേരളം ഇരിക്കുകയാണ്. എത്ര മാസങ്ങളാവുന്നു? ഡിസംബർ 3 മുതൽ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ വാണിജ്യ പ്രവർത്തനം തുടങ്ങിയ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം മറ്റ് വിഴിഞ്ഞത്തിന് ഒരു ഉദ്ഘാടകനായിട്ട് പ്രധാനമന്ത്രിയെ കിട്ടാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? അപ്പൊ കേന്ദ്രം എന്ത് ചെയ്തു എന്നായി പറയുന്നത്? പിന്നെ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചു. ആ പേര് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നടപ്പാക്കിയത് പിണറായി സർക്കാരാണ്. അത് നടപ്പാക്കാനുള്ള ആർജവം പിണറായി സർക്കാർ കാണിച്ചു എന്നുള്ളതാണ്. ഇതിനെയൊക്കെ മറന്നുകൊണ്ട് എവിടെയെങ്കിലും മുക്കിനും മൂലയ്ക്കും തരം കിട്ടുമ്പോഴെല്ലാം പിണറായി സർക്കാരിനെ വിഴിഞ്ഞത്തിന്റെ പേരും പറഞ്ഞ് വിമർശിച്ചിട്ട് വന്നിരുന്നു, യൂട്യൂബിൽ വന്നിരുന്നു ഗർവാണമടിക്കുക. നരേന്ദ്രമോദി സർക്കാരിനെതിരെ മിണ്ടത്തില്ല, തലോടുകയുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ വല്ലപ്പോഴും 4 വാചകം പറയും, അല്ല ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ. ഇത് യാഥാർത്ഥ്യമാക്കാൻ പിണറായി സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അത് വിജയത്തിലെത്തി, യാഥാർത്ഥ്യമായി. ഇപ്പൊ യൂട്യൂബിൽ വന്നിരുന്ന് അല്ലെ മീഡിയയിൽ വന്നിരുന്നിട്ട് വിഴിഞ്ഞത്തിന്റെ നേട്ടങ്ങളെ പറ്റി പറയുന്നു. ആ കപ്പൽ വന്നു, ഈ കപ്പൽ വന്നു, ഇനി ഉടനെ അവിടെ പിന്നെ ഡോക്ക് കൂടി ഉണ്ടാക്കണം, വിഴിഞ്ഞത്ത് ഡ്രൈ ഡോക്ക് ഉണ്ടാക്കിയിട്ട് കപ്പൽ നിർമ്മാണം കൂടി അവിടേക്ക് തുടങ്ങണം. നല്ല കാര്യം, തുടങ്ങട്ടെ. പൂവാർ വികസിക്കണം, പൂവാറിൽ കപ്പൽ നിർമ്മാണശാല വരണമെങ്കിൽ ആര് വിചാരിക്കണം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞാണ്, വിഴിഞ്ഞം 2, 3, 4 ഘട്ടത്തിന്റെ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര സർക്കാർ തരേണ്ടത് ഇതുവരെ അത് തന്നിട്ടില്ല. അത് തരാതെ അദാനി ഗ്രൂപ്പിന് 2, 3 ഘട്ടം 4 ഘട്ടം പണിപൂർത്തിയാക്കാൻ സാധിക്കും. അപ്പൊ പൂവാർ നടക്കണമെങ്കിൽ എന്ത് വേണം? കേന്ദ്രത്തിന്റെ നൂലാമാലകൾ, എത്ര നിയമങ്ങൾ മറികടക്കണം, എത്ര നിയമങ്ങൾ, പരിസ്ഥിതി ആഘാത പഠനം, മറിച്ച് പിന്നെ ഓരോരോ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിന്റെ അനുമതി, ആഭ്യന്തര വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, വകുപ്പ്, മറിച്ച വകുപ്പ്. പിന്നെ വലിയ മുതൽ മുടക്കുള്ള ഒന്നാണ് കപ്പൽ നിർമ്മാണശാല എന്ന് പറയുന്നത്. അതിന് പണം എവിടുന്ന് കണ്ടെത്തും? കേരളം വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല. അപ്പൊ വിഴിഞ്ഞം ആരുടേതാണ്? വിഴിഞ്ഞത്തിന്റെ തന്ത ആരാണ്? ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു. വന്നിരുന്ന് എഴുന്നള്ളിക്കുക ഓരോരുത്തര്, ഞങ്ങളാണ് വിഴിഞ്ഞം ഉണ്ടാക്കിയത്, ഞങ്ങളാണ് അത് ഉണ്ടാക്കിയത്. എല്ലാവരുടെയും പങ്ക് ഉണ്ടെങ്കിൽ അതെല്ലാവരും അംഗീകരിക്കും. പക്ഷെ അതിന് ആ രീതിയിൽ ആ വിഷയങ്ങളെ നമ്മൾ കാണാൻ കഴിയണം. പിണറായി സർക്കാരിനെ നിരന്തരം കുറ്റം പറഞ്ഞ് തെറിവിളിച്ചിട്ട് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുക, എന്നിട്ട് ഇവിടുത്തെ മന്ത്രിമാരെ പറ്റി പറയുക. വിഴിഞ്ഞത്തെ പറ്റി പിന്നെ ഒരു പ്രധാന ആരോപണം, പി രാജീവ് വ്യവസായ മന്ത്രി കൊച്ചിയുടെ ആളാണ്, കളമശ്ശേരിയുടെ ആളാണ്. ആ മന്ത്രിക്ക് തിരുവനന്തപുരം വികസിക്കുന്നത് ഇഷ്ടമല്ല. അദ്ദേഹം വിഴിഞ്ഞത്തിനെതിരാണ്. പണ്ട് അദ്ദേഹം വിഴിഞ്ഞത്തിനെതിരെ അവിടെ കൊടി പിടിച്ചിട്ടുണ്ട് കൊച്ചിയിലെ, പണ്ടെന്നോ കാലത്ത് അവിടെ രാഷ്ട്രീയം കളിക്കുമ്പോൾ. അന്നത്തെ രാജീവല്ലല്ലോ ഇന്നത്തെ രാജീവ്. ഇന്നത്തെ രാജീവ് കളമശ്ശേരി MLA-യും കേരളത്തിന്റെ വ്യവസായ മന്ത്രിയുമാണ്. അപ്പൊ കേരളത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം നോക്കുമല്ലോ, അതല്ലേ മന്ത്രിയുടെ ചുമതല. അപ്പോഴും പഴയതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പണ്ടൊരു സമരം നടന്നതിന്റെ പേരിൽ വിഴിഞ്ഞത്തിനെതിരെ സമരം നടന്നിട്ടുണ്ട്. ആരൊക്കെ സമരം ചെയ്തിരിക്കുന്നു? അപ്പോ ഈ വ്യവസായ മന്ത്രി ഒരു ടീമിനെയും കൊണ്ട്, ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ ചെന്നിട്ട് അവിടുത്തെ പവലിയനിലെ വിഴിഞ്ഞത്തെ ആദ്യം പ്രൊമോട്ട് ചെയ്തപ്പോൾ അതിനെ കുറ്റം പറയുക. ഈ ഒരേ ആള് തന്നെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് മന്ത്രി വി രാജീവ് വിഴിഞ്ഞത്തിനെതിരെയാണ് എന്ന് ഒരു വീഡിയോ ചെയ്യുക. അദ്ദേഹം വിഴിഞ്ഞത്തെ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ വരെ പോയിട്ട് അവിടെ അത് ഷോക്കേസ് ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കുക. അതെന്തൊരു ഇരട്ടത്താപ്പാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം വേറെയല്ലേ? രാഷ്ട്രീയം പറയുകയല്ലേ അത്, വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട്, വിഴിഞ്ഞത്തിന്റെ പേരും പറഞ്ഞിട്ട്. അപ്പൊ വ്യവസായ മന്ത്രി വിഴിഞ്ഞത്തിനെതിരെന്ന് പറയുന്നു, വ്യവസായ മന്ത്രി ദാവോസിൽ പോയിട്ട് വിഴിഞ്ഞത്തെ ഷോക്കേസ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുക, വേറൊന്നും മന്ത്രിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുക, നാണമില്ലേ എന്ന് ചോദിക്കുക. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നത്, വിഴിഞ്ഞത്തിന്റെ തന്ത ആരാണെന്ന് ജനങ്ങൾക്കറിയാം, ഈ നാട്ടുകാർക്കറിയാം. അത് നിങ്ങളൊക്കെ എന്ത് വന്നിരുന്ന് മീഡിയയിലിരുന്ന് വിളിച്ചു പറഞ്ഞാലും, നിങ്ങൾക്ക് ഭീഷണിക്കത്ത് വന്നാലും ഒക്കെ അതൊക്കെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുക. വിഴിഞ്ഞ എങ്ങനെയാ ഉണ്ടായതെന്ന് ഈ നാട്ടുകാർക്കറിയാം. ഞങ്ങൾ പലപ്പോഴും വീഡിയോയിൽ പറയുന്നത് അത് തന്നെയാണ്, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും.